സുഖലോലുപൻ ദരിദ്രനായിത്തീരും, വീഞ്ഞിലും സൂന്തതൈലത്തിലും ആസക്തി കാട്ടുന്നവൻ ധനവാനാകുകയില്ല. ഈശോ പഠിപ്പിക്കുന്നു. ഇവിടെ സുഖലോലുപത രണ്ടാമതെന്താണ്? കൂടപ്പറപ്പാണ്. എന്ത്? മദ്യാസക്തി. മൂന്നാമതെന്താണ്? ജീവിത വ്യഗ്രത. അതിനെ എന്താ വിളിക്കുക? വർക്കഹോളിക് നേച്ചർ എന്നാണ് മോഡേൺ ഭാഷ, പുതിയ തലമുറയുടെ ഭാഷയാണ്. ആൽക്കഹോളിസം പോലെ തന്നെ ഒരു അപകടമാണെന്ത്? വർക്കഹോളിസം. എത്ര കിട്ടിയാലും തീരില്ല. പുതിയ ബഡ്ജറ്റ്, പുതിയ പദ്ധതി, പുതിയ കർമ്മപരിപാടികൾ, ഒന്നിനു മാത്രം നേരമില്ല. എന്താണ്? എല്ലാം തരുന്ന കർത്താവിലേക്ക് ചേർത്ത് പിടിക്കാൻ സമയമില്ല. ഇവിടെയാണൊരു പ്രതിസന്ധി വരിക. സുഖലോലുപത, മദ്യാസക്തി. മൂന്നാമതെന്താണ്? ജീവിത വ്യഗ്രത. ദൈവത്തെ മറന്നുള്ള ജീവിതം. കഷ്ടപ്പെട്ട് ജോലി ചെയ്യണം, ദൈവത്തെ മറന്നുള്ള ജീവിതം. ഇത് മൂന്നും മൂലം എത്ര വലിയവൻ്റെ മനസ്സ് ദുർബലമാകും. ആ ദിവസം ഒരു കെണി പോലെ പെട്ടെന്ന് നിങ്ങളുടെ മേൽ വന്ന് പതിക്കാതിരിക്കാൻ സൂക്ഷിച്ചോളൂ. ബിസിനസ് മാഗ്നറ്റായിരുന്നു അപ്പൻ. അവസാനം അടുത്ത് വരുമ്പം മാൻഡിലായിപ്പോയി. മാഗ്നറ്റ് മാൻഡിൽ, പൊട്ടിയ പൊടിഞ്ഞ അവസ്ഥ. 4 ക്ലബിൽ മെമ്പർഷിപ്പ്, ഭാര്യ ബാങ്ക് ഓഫീസർ, എല്ലാം സമൃദ്ധിയായിരുന്നു. പക്ഷേ എല്ലാം തീർന്നു. 4 വർഷം കൊണ്ട് എല്ലാം തീർന്നു. മദ്യത്തിൻ്റെ അകമ്പടി അറിയാമല്ലോ. 4 ക്ലബിൽ മെമ്പർഷിപ്പ് എന്ന് പറഞ്ഞാൽ ഓരോ ദിവസവും വൈകിട്ട് ചെല്ലുമ്പോൾ സൺഡേ ക്ലബ്ബ്, മൺഡേ ക്ലബ്ബ്, ട്യൂസ്ഡേ ക്ലബ്ബ്, സാറ്റർഡേ ക്ലബ്ബ്, കയറുമ്പം നടയടി പോലെ ഒരു പെഗ്. അവസാനം അടിമയായിപ്പോയി. ചെറുപ്പത്തിൽ പിടിച്ചു നിന്നു. 30-35 വയസ്സ് കഴിയുമ്പത്തിന് പിടിവിട്ടുപോയി. എല്ലാം തീർന്ന് കരഞ്ഞു നിലവിളിച്ച് ഈ ഭാര്യയും ഭർത്താവും കൂടെ വന്നു. ദാനമെല്ലാം കഴിഞ്ഞ് 4 മാസം കഴിഞ്ഞ് നന്ദി പറയാൻ വേണ്ടി വന്നു. തിരിച്ചു പിടിച്ചു ജീവിതം. പക്ഷേ ഒരു സങ്കടമുണ്ട്. എന്താണ് പ്രശ്നം? വി ഡോണ്ട് നോ ഹൗ ടു മാനേജ് അവർ ചിൽഡ്രൻ. ഞങ്ങൾക്ക് ഞങ്ങളുടെ മക്കളെ മാനേജ് ചെയ്യാൻ പറ്റുന്നില്ല. ഞാൻ പറഞ്ഞു, ആൺകുട്ടികളാണേ ഇങ്ങോട്ട് കൊണ്ടുപോവാ. ആൺകുട്ടികളെയാണല്ലോ ഇപ്പം മാനേജ് ചെയ്യാൻ ഇച്ചിരി അപകടം. അല്ല, പെൺകുഞ്ഞുങ്ങളാ. തകർന്നുപോയി, കൈവിട്ടുപോയി. എല്ലാം കഴിഞ്ഞ് ഞങ്ങൾ ജീവിതത്തിൻ്റെ പറുദീസയിലേക്ക് തിരിച്ചു കയറിയപ്പം മക്കൾ പറുദീസയ്ക്ക് പുറത്തായിപ്പോയി. പറുദീസയിലാണ് പ്രലോഭനങ്ങൾ വരിക. നമ്മളറിയാം, ഉൽപ്പത്തി പുസ്തകത്തിൻ്റെ 3:6 പറുദീസ തകരാൻ കാരണം എന്താണെന്ന് നമ്മൾ വായിക്കുന്നുണ്ട്. പറുദീസ തകരാൻ കാരണം ഒന്നും ഇല്ലാഞ്ഞിട്ടല്ല. പറുദീസ തകരാൻ കാരണം ആ വൃക്ഷത്തിൻ്റെ പഴം ആസ്വാദ്യവും കണ്ണിന് കൗതുകകരവും അറിവേകാൻ കഴിയുമെന്നതിനാൽ അഭികാമ്യവും ആണെന്നത് കണ്ട് അവൾ അത് പറിച്ച് തിന്നു. അവിടെ കൊണ്ട് അവസാനിച്ചോ? ഭർത്താവിനും കൊടുത്തു. എവിടുന്ന് കിട്ടിയെന്ന് അവൻ ചോദിച്ചോ? ഇല്ല, അവനും എടുത്ത് തിന്നു. ആ വൃക്ഷത്തിൻ്റെ പഴം ഇറ്റ് ഈസ് മോർ ടേസ്റ്റി. സാധാരണ രുചിയല്ല, കണ്ണിന് കൗതുകകരം. റിയാലിറ്റി ഷോ, റിയൽ ഷോ അല്ല, റിയാലിറ്റി ഷോ. കണ്ണിന് കൗതുകകരം. പിന്നെന്താണ്? അറിവേകാൻ കഴിയും. പുത്തൻ അറിവുകൾ കിട്ടും. ഉൽപ്പത്തി മുതൽ വെളിപാട് വരെ കർത്താവിൻ്റെ വചനം നമ്മെ പഠിപ്പിക്കുന്നു. ആരാ ഇത് കൊണ്ടുവന്നത്? ഈ വൃക്ഷത്തിൻ്റെ പഴം ശ്രദ്ധയിൽപ്പെടുത്തിയത് ആരാ? യെസ്, ഉൽപ്പത്തി 3:1. ദൈവമായ കർത്താവ് സൃഷ്ടിച്ച എല്ലാ വന്യജീവികളിലും വെച്ച് ഏറ്റവും കൗശലമേറിയവനായിരുന്നു സർപ്പം. പർദീസയിൽ എല്ലാം മനോഹരമാണെന്നാണ് ദൈവം പറഞ്ഞത്. അതിനപ്പുറത്തൊരു മനോഹാരിത തേടുകയാണ്. എല്ലാം രുചികരമാണെന്നാണ് ദൈവം പഠിപ്പിക്കുക. അതിനപ്പുറം ഒരു രുചി തേടുകയാണ്. എല്ലാം കാണാൻ കൗതുകകരം, നല്ല അനുഭവം. അതിനപ്പുറത്തേക്കൊരു അറിവ് തേടിയുള്ള യാത്ര. കൗശലക്കാരനായ സർപ്പം. അടുത്ത വചനം എന്താ? ഉൽപ്പത്തി 3:2. അത് സ്ത്രീയോട് ചോദിച്ചു. ആരോട് ചോദിച്ചു? ഉറക്കെ പറയൂ. സ്ത്രീകൾ ജാഗ്രതേ. അവൻ ചുമ്മാ SMS വിടുന്നത് സ്ത്രീകൾക്കിട്ടാ. ചുമ്മാ മിസ് കോൾ അടിച്ചു നോക്കിയതാ. നടക്കുന്നെങ്കിൽ നടക്കട്ടെ. ആർ യു കമ്മിങ് ഫോർ എ റൈഡ്? ഒരു കുഞ്ഞിനോട് ഇങ്ങനൊരു മെസ്സേജ് വന്നാൽ ഒരു കുഞ്ഞ് എന്ത് പറയും? സാധാരണഗതിയിൽ അമ്മ വളർത്തിയ കുഞ്ഞാണെങ്കിൽ എന്ത് പറയും? ഇല്ല എന്നെങ്കിലും പറയും. പക്ഷെ കൊച്ചു പറഞ്ഞത് വേറൊരു മെസ്സേജാ. PADIYA, പേ ഡി യാ. ഉടനെ അടുത്ത മെസ്സേജ് ഒന്ന് പറയാൻ നോക്കിയിരിക്കല്ലേ. കൂട്ടുകാരിയെയും കൂട്ടിക്കൂ. ആ വൃക്ഷത്തിൻ്റെ പഴം ആസ്വാദ്യവും കണ്ണിനെ കൗതുകകരവും അറിവേകാൻ കഴിയുമെന്നതിനാൽ അഭികാമ്യവുമാണെന്നത് കണ്ട് അവളത് പറിച്ചു തിന്നു. ഭർത്താവിനും കൊടുത്തു.
തിന്നു കഴിഞ്ഞപ്പോൾ എന്നാ പറ്റി? തിന്നുന്നിടം വരെ ഈ പുള്ളി കൂടുതൽ രസമാണ്, കൂടുതൽ നല്ലതാണ്, കൂടുതൽ ഭംഗിയാണ്, പുത്തൻ അറിവുകൾ കിട്ടും, അമേരിക്കൻ വിസ കിട്ടും എന്നൊക്കെ പറഞ്ഞാൽ തുടങ്ങിയത്. പക്ഷേ തിന്നു കഴിഞ്ഞപ്പോൾ എന്തു പറ്റി? പറഞ്ഞവനെ പോലായി. ആരെ പോലായി? പിശാചിനെ പോലായി പോയി. രണ്ടുപേരുടെയും കണ്ണുകൾ തുറന്നു. നാണക്കേട്. അത്തിയില കൊണ്ട് അരക്കച്ച ഉണ്ടാക്കി അവർ എവിടെ പോയി ഒളിച്ചു? മരത്തിൻ്റെ പുറകിൽ. എവിടെയാണോ കാരണം അതിൻ്റെ പുറകിൽ തന്നെ പോയി ഒളിച്ചിരിക്കുക. എന്നാൽ വേറെ എവിടെയെങ്കിലും പോയി ഒളിച്ചിരിക്കണ്ടേ? ഇവിടെയാണ് പ്രതിസന്ധി. പാപത്തിൻ്റെ പുറകിൽ ഒളിക്കാനുള്ള ഒരു ത്വര, പാപത്തിൻ്റെ പുറകിൽ തന്നെ ഇരിക്കാൻ. അവിടെ ദൈവം ചോദിക്കുന്നു, ഉൽപ്പത്തി 11, നീ നഗ്നനാണെന്ന് നിന്നോട് ആര് പറഞ്ഞു? ദൈവത്തിൻ്റെ കരുണയുടെ സ്വരം ഇന്നും മുഴങ്ങുന്നു. അപ്പൊ പ്രിയമുള്ളവരെ, ആ വൃക്ഷത്തിൻ്റെ പഴം, പുതിയ രുചികൾ കേട്ടപ്പം വിലാപങ്ങൾ 4 പോലായിപ്പോയി. 4:1. സ്വർണം ഇങ്ങനെ മങ്ങിപ്പോയി. തങ്കത്തിന് എന്തിയെ മാറ്റം വന്നു. സിയോന്റെ അമൂല്യരായ മക്കൾ, തങ്ങളുടെ തൂക്കത്തിനൊപ്പം തങ്കത്തിന്റെ വിലയുള്ളവർ, കുശവന്റെ കരവേലയായ കളിമണ്ണ് പോലെ ഗണിക്കപ്പെട്ടതെങ്ങനെ? വിശുദ്ധ മന്ദിരത്തിന്റെ കല്ലുകൾ നാൽക്കവലകളിൽ ചെതറിക്കിടക്കുന്നു. വിശുദ്ധ മന്ദിരത്തിന്റെ കല്ലുകൾ നാൽക്കവലകളിൽ ചെതറിക്കിടക്കുന്നു. സിയോന്റെ അമൂല്യരായ മക്കൾ തങ്ങളുടെ തൂക്കത്തിനൊപ്പം എന്തിൻ്റെ വിലയുള്ളവരാ? തങ്കത്തിന്റെ വിലയുള്ളവർ. സ്വർണ്ണമല്ല, 916 അല്ല, അതിനേക്കാൾ കൂടിയൊരു സംഭവം. നമുക്ക് പ്രാർത്ഥിക്കാം. ഓരോ രീതിയിലാണ്. കാഴ്ചയുടെ കെണി, രുചിയുടെ കെണി, അറിവിൻ്റെ കെണി ആരാണ് കൊണ്ടുവരുന്നത്? കൗശലക്കാരനായ പിശാച്. 12ാം ക്ലാസ്സിലെ പിള്ളേരുടെ ധ്യാനം കഴിഞ്ഞിട്ട് പ്രിൻസിപ്പലിൻ്റെ മുറി ചോറുണ്ടോണ്ടിരിക്കുമ്പം 2 പിള്ളേർ വന്ന് പറഞ്ഞു, പപ്പ പറഞ്ഞു സാറിനെ കണ്ടിട്ടേ പോരാവുള്ളൂ. അപ്പം നിങ്ങളുടെ പപ്പ ആരാ എന്ന് ചോദിച്ചപ്പം തമ്പലക്കാട് എമ്മാനുവൽ ധ്യാനകേന്ദ്രത്തിൽ വന്ന് ധ്യാനം കൂടിയ പപ്പ എന്ന് പറഞ്ഞു. അപ്പം നമ്മുടെ ആളാന്ന് എനിക്ക് മനസ്സിലായി. കാരണം അവിടെ ഒരൊറ്റ യോഗ്യതയുള്ളൂ ധ്യാനം കൂടാൻ. എന്താണ്? കുടിച്ചവർക്ക് മാത്രമേ പ്രവേശനമുള്ളൂ. അതുകൊണ്ട് സിസ്റ്റേഴ്സിനും പ്രവേശനമില്ല, പിന്നെ കുടിച്ചവരുടെ ഭാര്യമാർക്ക് പ്രവേശനമുണ്ട്. ഒരിടത്ത് ഞാനിത് പറഞ്ഞപ്പോൾ ഒരു സഹോദരി ചാടി എഴുന്നേറ്റ് പറഞ്ഞു, അങ്ങനെയാണ് ഇന്ന് വീട്ടിൽ വരികയാണെങ്കിൽ ഒന്നിനെ തന്നു വിട്ടേക്കാൻ കൊണ്ടുപോയിക്കോളാൻ പറഞ്ഞു. ഞാൻ പറഞ്ഞു ഞാൻ കൊണ്ടുപോയിക്കോളാം എന്ന് പറഞ്ഞു. കാരണം ഏത് കേസ് വന്നാലും വിടരുതെന്നാണ് അച്ഛന്മാർ ഞങ്ങളോട് പറഞ്ഞിരിക്കുന്നത്. കാല് പിടിക്കണമെങ്കിൽ കാല് പിടിക്കണം, ബെഡ് കൊടുക്കണമെങ്കിൽ കിട്ടണം, മുറി വേണമെന്ന് പറഞ്ഞാൽ വല്ലപ്പോഴും അച്ഛന്മാർ വന്ന് കിടക്കുന്ന മുറിയുണ്ട്, അതെങ്കിലും കൊടുത്തെന്ന് ധ്യാനിക്കട്ടെന്നാണ് പറയുന്നത്. ആകെ ഒരു മുറിയേ ഉള്ളൂ, അത് അച്ഛൻ കിടക്കുന്ന മുറിയാണ്, അതേവരെ കിടത്തിയിട്ടുണ്ട്. എങ്ങനെയെങ്കിലും ഒന്ന് ധ്യാനിച്ചു പോകണ്ടേ? കാരണം ഈ പാവങ്ങൾ AC യിലൊക്കെ ജീവിച്ചിട്ടുള്ളേ. അതും കൂടെ ഒരു അവസ്ഥയാണ്. അപ്പോൾ ഈ പേര് പറഞ്ഞപ്പോൾ എനിക്ക് ഇതേ പേരിൽ 5 പേരെ അറിയാം. ഞാനൊരു അടയാളം ചോദിച്ചപ്പോൾ പറഞ്ഞു വലിയ കൊമ്പമീശയായിട്ട് ധ്യാനിക്കാൻ വന്നയാളാ, ധ്യാനം കഴിഞ്ഞപ്പോൾ കുഞ്ഞു മീശയായിട്ട് വീട്ടിൽ വന്നയാളാന്ന് പറഞ്ഞു. എനിക്ക് ആളെ പിടികിട്ടി. അപ്പോൾ വീരപ്പനേക്കാൾ ഭയങ്കര മീശയായിരുന്നു. കണ്ടപ്പോൾ എനിക്ക് തന്നെ മുഖത്തോട്ട് നോക്കാൻ ഒരു പേടിയായിരുന്നു ആദ്യ ദിവസങ്ങളിൽ. ഏതായാലും കുമ്പസാരം കഴിഞ്ഞപ്പോൾ ഞാൻ വന്ന് പറഞ്ഞു കുമ്പസാരിച്ചോ. ഞാൻ പറഞ്ഞു അങ്ങനെയാണെങ്കിൽ ഒരു കാര്യം കൂടെ മാറ്റാനുണ്ട്. എന്നതാ? ആ മീശ എനിക്കും തോന്നുന്നുണ്ട് ചേരുന്നില്ലെന്ന്. സുബോധം വന്നപ്പം അത് ചേരുന്നില്ലെന്ന് പുള്ളിക്ക് തന്നെ തോന്നാൻ തുടങ്ങി. ഏതായാലും ആശ്രമത്തിൽ ഈ മനോരോഗികളായ മക്കളുടെ തലമുടി വെട്ടാൻ കുറേ ചെറുപ്പക്കാർ പിള്ളേർ വരാറുണ്ട്. ഒരുത്തൻ അവിടെ വെട്ടിയവൻ ഇപ്പോൾ ഇംഗ്ലണ്ടിൽ തലമുടി വെട്ടിക്കൊണ്ടിരിക്കുക പൗണ്ടിന്. എന്തുവാട്ടെ? അപ്പോൾ ഈ പിള്ളേർ തലമുടി വെട്ടാൻ വന്നോട് പറഞ്ഞു ഈ മീശ ഒന്ന് കട്ട് ചെയ്ത് കൊടുക്കാവോ? അമ്മമാർ പറഞ്ഞു ഓക്കെ. ഭയങ്കര മീശ കട്ട് ചെയ്തു, സമാധാനമായിട്ട് വീട്ടിൽ ചെന്നു. ഞാൻ ചോദിച്ചു ഇപ്പം എങ്ങനെയുണ്ടെന്ന് ചോദിച്ചു. 11 മാസമായിട്ട് ഞങ്ങളുടെ വീട് സ്വർഗ്ഗമാണ് സാറേ. അതിനു മുമ്പ് എങ്ങനെയായിരുന്നു? ഇരുട്ടിനെ പേടിയായിരുന്നു സാറേ. എന്നുവെച്ചാൽ എന്താ ഇരുട്ടിനെ പേടി? ഇത് പറയുന്നത് 12ാം ക്ലാസ്സിൽ പഠിക്കുന്ന 17 വയസ്സ് പ്രായമുള്ള ആൺകുട്ടിയാണ്. 17 വയസ്സ് പ്രായമുള്ള ആൺകുട്ടിക്ക് ഇരുട്ടിനെ പേടിയുണ്ടോ? ഇല്ലെന്ന്. എടാ ലൈറ്റ് എടുത്തുകൊണ്ട് പോടാന്ന് പറയുമ്പോൾ അവൻ ഇപ്പം ഞാൻ വരാമെന്ന് പറഞ്ഞല്ലേ പോകുന്നത്. അവൻ എന്നാ പേടി? പക്ഷെ അവന് വീടിൻ്റെ പുറത്തെ ഇരുട്ടിനെ അല്ല പേടി, വീടിൻ്റെ അകത്തെ ഇരുട്ടിനെയാ പേടി. എന്താണ്? അപ്പൻ വരുന്നു, ലൈറ്റ് ഇട്ടാ കുഴപ്പം, കറണ്ട് ചാർജ് ഞാൻ അടയ്ക്കണമെന്നും പറഞ്ഞ് അത് തല്ലിപ്പൊട്ടിക്കും. ചോറുണ്ടാ കുഴപ്പം, ഞാൻ വരുന്നതിന് മുമ്പ് തിന്നോന്നും ചോദിച്ച്. നീ ഉണ്ണാതെ നോക്കിയിരുന്നാൽ നീ ആരെ നോക്കി ഇരിക്കുകയായിരുന്നെന്ന് ചോദിച്ചുകൊണ്ട് അതിന് പരിപാടി. എന്താ അവസ്ഥ? ഒരു ദിവസം വരുന്ന ഒച്ചയും ബഹളവും കേട്ടപ്പം അറിയാമല്ലോ, റിയാലിറ്റി ഷോ ആണ് ഈ വരുന്ന പരിപാടിയെ. അയ്യോ, നിങ്ങളൊന്നും അനുഭവിച്ചിട്ടില്ല, അതുകൊണ്ടല്ലേ നിങ്ങളൊക്കെ ഇങ്ങനെ മസിൽ പിടിച്ചിങ്ങനെ ഇരിക്കുന്നത്. ഇതൊന്നും ഞങ്ങളോട് പറയേണ്ട കേസല്ല, അനുഭവിച്ചു നോക്കണം. ഞാനെപ്പോഴും പറയാറുണ്ട്, ശുദ്ധീകരണ സ്ഥലം ഇല്ലാതെ ഫ്രാൻസിസ് മാർപ്പാപ്പായും കർദിനാൾ തിരുസംഘവും എന്നോട് പൊറുക്കും. അച്ഛൻ്റെ അനുഭവത്തോടെ പറയാം, എൻ്റെ ഒരു അനുഭവം വെച്ച് പറയാം. ശുദ്ധീകരണ സ്ഥലം ഇല്ലാതെ ഡയറക്റ്റ് വീസ ടു സ്വർഗം. ജീവിതാന്ത്യം വരെ മദ്യപാനിയുടെ കൂടെ ജീവിച്ച ഭാര്യ ഉറപ്പായിട്ടും പോവും.
കാരണം ഇതിൽ കൂടുതൽ എന്തൊരു ശുദ്ധീകരണ സ്ഥലം. നിങ്ങൾ കണ്ണുരുട്ടി നോക്കുന്നത് നിങ്ങളാരും ഇത് അനുഭവിച്ചിട്ടില്ലാത്തതുകൊണ്ട്. പാവങ്ങള് എന്തുവാട്ടെ, ഒരു ദിവസം ലൈറ്റെല്ലാം കെടുത്തിയിട്ട് മണ്ണെണ്ണ വിളക്ക് കത്തിച്ച് പഠിച്ചുകൊണ്ട് നിൽപ്പോൾ ഈ പുള്ളി വന്നിട്ട് ഇരുട്ടത്തിരുന്ന് എന്നാ കാണിക്കാന്ന് വെച്ചാൽ ഒറ്റ തൊഴി വെച്ച് കൊടുത്തു. ഈ സർക്കസുകാരൻ്റെ വായിന്ന് തീ ചീറ്റുന്നു അല്ല മണ്ണെണ്ണ വിളക്കല്ല അങ്ങനെ ഭൂന്ന് പറഞ്ഞ് അങ്ങോട്ട് പോയി. ഫിസിക്സിൻ്റെ ബുക്ക് കത്തിപ്പോയി. ഇരട്ടയായിരുന്നുകൊണ്ട് ഒരു പ്രയോജനം ഉണ്ടായിരുന്നു, മറ്റേ ബുക്ക് ഉണ്ടായിരുന്നു, അതുകൊണ്ട് രണ്ടുപേരും കൂടെ പഠിച്ചു. അങ്ങനെയും പ്രയോജനമുണ്ട് ഇരട്ട പിള്ളേരുണ്ടായാൽ. ദൈവം കനിഞ്ഞു കൊടുത്തതാ. ഇപ്പം 11 മാസമായിട്ട് ഞങ്ങളുടെ വീട് സ്വർഗം. എന്താ പ്രശ്നം? അപ്പ നേരത്തെ വരും. പിള്ളേരെന്ത് ചെയ്യാന്ന് ചോദിച്ചോണ്ടാ വരുന്നത്. ജിലേബി, ലഡു, അവലോസുണ്ട, ബോണ്ട എല്ലാം ഇല്ല, ഏതെങ്കിലും ഒന്നേ ഉള്ളൂ. പണ്ടെല്ലാം ഉണ്ടായിരുന്നു, ഒന്നും വീട്ടിൽ വരികയില്ലായിരുന്നു, വഴി കൂടി ഇങ്ങനെ പോകുമായിരുന്നു. ഇപ്പം ഏതെങ്കിലും ഒരെണ്ണം മേടിച്ചോണ്ട് വരും. പിള്ളേർ വാ, അമ്മ കാപ്പി തിളപ്പിക്കും, ഞങ്ങളെല്ലാം കൂടെ വട്ടത്തിലിരുന്ന് തിന്നും. ശനിയാഴ്ചയാണെങ്കിൽ ചിക്കൻ മേടിച്ചോണ്ട് വരും. മേശപ്പുറത്ത് കയറ്റി കുഞ്ഞു കുഞ്ഞു കഷ്ണങ്ങളായിട്ട് അപ്പൻ മുറിക്കുന്നു, സബോള വെട്ടുന്നു, കറി വെക്കുന്നു. അമ്മയുടെ ചിക്കൻ കറി. പെട്ടെന്ന് അപ്പൻ സസ്പെൻസ് പൊട്ടിക്കും. എന്താണ്? 100 രൂപ എടുത്ത് ഇവൻ്റെ കൊടുക്കും. ഇവൻ ഹുസൈൻ ബോൾട്ട് ഓടുന്ന ഒരു ഓട്ട. എങ്ങോട്ടാ? ചായക്കടയിലോട്ട് പൊറോട്ട, ചൂട് പൊറോട്ട മേടിക്കാൻ. ഇത് മേടിച്ചു കൊണ്ടുവന്നൊരു പാത്രത്തിലോട്ട് പിച്ചിപ്പറിച്ചിടുമ്പം കറിയെല്ലാം കൂടി ഇതിന് മേളിലേക്ക് ഒഴിച്ചിട്ട് ഞങ്ങളെല്ലാം കൂടെ വട്ടത്തിലിരുന്ന് തിന്നും. ഇപ്പം അപ്പൻ അമ്മയോട് ഒരൊറ്റ വഴക്കേ ഉള്ളൂ. എന്താണ് പുതിയ വഴക്ക്? വന്നിരുന്ന് തിന്നടി, നിൻ്റെ ഒരു ജോലി. അതെ, അമ്മ കൂടി ഇരുന്ന് തിന്നുന്നില്ല എന്നുള്ളതാണ് അപ്പൻ്റെ ദുഃഖം. ഇത് കണ്ടിട്ടാ ഒരു വിശുദ്ധ കവി ഒരു പാട്ട് എഴുതിയത്. ക്രിസ്തീയ ജീവിതം സൗഭാഗ്യ ജീവിതം, കർത്താവിൻ കുഞ്ഞുങ്ങൾക്ക് ആനന്ദദായകം. കഷ്ടങ്ങൾ വന്നാലും നഷ്ടങ്ങൾ വന്നാലും ക്രിസ്തേശു നായകൻ കൂട്ടാളിയാണ്. കർത്താവിനെ കണ്ടുമുട്ടുന്ന വ്യക്തി അനുഭവിക്കുന്ന ആനന്ദത്തിൻ്റെ പേരാണ് വിശുദ്ധി. കർത്താവിനെ കണ്ടുമുട്ടുന്ന വ്യക്തി അനുഭവിക്കുന്ന ആനന്ദം, അതിന് പറയുന്നതാണ് എന്ത്? വിശുദ്ധി. വിശുദ്ധി നഷ്ടപ്പെടുമ്പം എന്ത് നഷ്ടപ്പെടുന്നു? സന്തോഷം നഷ്ടപ്പെടുന്നു. കായൻ, എന്താ നിന്റെ മുഖം വാടിയിരിക്കുന്നേ? ആദം, നീ എവിടെയാണ്? ഇന്നലെ വരെ ഇല്ലാത്തൊരു പ്രശ്നം അവൻ്റെ ജീവിതത്തിൽ ഉണ്ടായിരിക്കുകയാണ്. വിശുദ്ധി നഷ്ടപ്പെടുമ്പം സന്തോഷം നഷ്ടപ്പെടുന്നു. അപ്പം എപ്പോഴാണ് ഈ സന്തോഷം തിരിച്ചു കിട്ടുന്നത്? നഷ്ടപ്പെട്ടു എന്നും പറഞ്ഞ് കൈത്തന്നയുടെ ഞരമ്പ് മുറിക്കാനാണോ പരിപാടി? ഇന്നത്തെ പിള്ളേരുടെ പരിപാടിയാണ്. ഇപ്പോൾ കുരുത്തക്കേട് കാണിക്കുന്നത് വരെ ഈ കുഞ്ഞുങ്ങള്. ആ വൃക്ഷത്തിൻ്റെ പഴം ആസ്വാദ്യം, കണ്ണിന് കൗതുകരും, അറിവ് കിട്ടുന്ന കാര്യമോ അമ്മേ, തർക്കുത്തരം അമ്മയ്ക്ക് എന്നാ അമ്മേ, ഇപ്പോൾ അമ്മ എവിടെ നിന്ന് എന്നെ പഠിപ്പിക്കാൻ വരരുത് കേട്ടോ. ഇതൊക്കെയാണ് കുഞ്ഞുങ്ങളുടെ ഒരു ഡയലോഗേ. നിങ്ങളുടെ കാര്യമല്ല പറഞ്ഞത്, നിങ്ങൾ നല്ല ധ്യാനിക്കുന്ന കുഞ്ഞുങ്ങളല്ലേ. തർക്കുത്തരം. അവസാനം എല്ലാം കഴിയുമ്പം എന്നതാണ് ഫ്രാൻസിസ് മാർപ്പാപ്പ പറഞ്ഞായിരുന്നു, പാപത്തിൻ്റെ 3 സ്റ്റെപ്പ് 2 ഫലം. പെട്ടെന്നൊന്നും ഒരാൾ പാപം ചെയ്യലെന്നാ ഫ്രാൻസിസ് മാർപ്പാപ്പ പറയുന്നത്. പാപത്തിന് 3 സ്റ്റെപ്പ് 2 ഫലം. 3 സ്റ്റെപ്സ് ഓഫ് സിൻ. 1 അട്രാക്ഷൻ, ആകർഷണം. 2 അഫിനിറ്റി, അടുപ്പം. 3 സെൽഫ് ജസ്റ്റിഫിക്കേഷൻ, സ്വയം ന്യായീകരണം. ഡേഞ്ചർ സോൺ ആയി കഴിഞ്ഞു. അടുത്തതെന്താണ്? പാപം, സിൻ. പിന്നെന്താണ്? നിരാശ, ഡിപ്രഷൻ, വേണ്ടായിരുന്നു, സമം മരണം. എത്ര മനോഹരമായിട്ടാണ് ഫ്രാൻസിസ് പിതാവ് പറഞ്ഞു വെക്കുന്നത്. 3 സ്റ്റെപ്സ് ഓഫ് സിൻ. ആ വൃക്ഷത്തിൻ്റെ പഴം ആസ്വാദ്യം അല്ലേ, ആകർഷണം. തെറ്റല്ല. എന്തിനോടാ ഈ ആകർഷണം? ഒരു വ്യക്തിയോടാകാം, പറഞ്ഞേ, ഒരു വസ്തുവിനോടാകാം, പിന്നെ ഒരാശയത്തോടാകാം. തെറ്റോ ശരിയോ? ശരി. ഒരു വ്യക്തിയോടൊരു ആകർഷണം തോന്നുന്നത് തെറ്റാണോ? ഈശോ തന്നെ വചനം തന്നെ പഠിപ്പിക്കുന്നില്ല. കാണരുത്, കേൾക്കരുത്, തുടരുത് നല്ലല്ലോ നിങ്ങളെ പഠിപ്പിച്ചത്. ആത്മാവിൻ്റെ സ്വാതന്ത്ര്യത്തിൽ കാണ്, ആത്മാവിൻ്റെ സ്വാതന്ത്ര്യത്തിൽ കേക്ക്, ആത്മാവിൻ്റെ സ്വാതന്ത്ര്യത്തിൽ സ്പർശിക്ക്. ആകർഷണം തെറ്റല്ല, വ്യക്തിയോടാണെങ്കിലും വസ്തുവിനോടാണെങ്കിലും ആശയത്തോടാണെങ്കിലും. അടുത്തതെന്താ? അടുപ്പം. കാണാതിരിക്കാൻ പറ്റില്ല, കേൾക്കാതിരിക്കാൻ പറ്റില്ല. മിസ് കോള് കണ്ടില്ലെങ്കിൽ ഒരു ടെൻഷൻ, ഒരു പ്രശ്നം. എന്താ ഇത്? അടുപ്പം. 3ാമത്തെ സ്റ്റെപ്പ് സ്വയം ന്യായീകരണം. എല്ലാവർക്കും അങ്ങ് പിന്നെ നമുക്കും ആകത്തില്ലെന്നേ. എന്നും എന്തിനാ നീ ജാഗരണത്തിന് പോകുന്നത് പ്രാർത്ഥിക്കുന്നത്? കുറേയൊക്കെ ഇങ്ങനെയൊക്കെയാന്നേ. ഒരാൾ എന്നോട് പറഞ്ഞതാ, ധ്യാനം കൂടി എല്ലാം
തകർന്നു തരിപ്പണമായി കഴിഞ്ഞ് ഭാര്യയുടെ കണ്ണുനീര് കന്യാസ്ത്രീയുടെ അടുത്താ. കുമ്പസാരക്കൂട്ടിൽ അച്ഛൻ പറഞ്ഞു, ഭർത്താവിൻ്റെ മദ്യപാനത്തെക്കുറിച്ച് പറയാൻ ഇനിയും കുമ്പസാരിക്കാൻ വരണ്ട. പല ഭാര്യമാർക്കും കുമ്പസാരക്കൂട്ടിൽ അതേ ഉള്ളൂ വിഷയം. കുമ്പസാര രഹസ്യം പുറത്ത് പറഞ്ഞതൊന്നുമല്ല കേട്ടോ. അത് പറയാൻ വേണ്ടി വരണ്ടെന്ന് പറഞ്ഞു. പിന്നെ കന്യാസ്ത്രീയുടെ പുറകെ സിസ്റ്ററാ പറഞ്ഞത്, ഇപ്പം എൻ്റെ അടുത്താ കുമ്പസാരം, എങ്ങനെങ്കിലും കൂടി നിർത്തി തന്നെ, എങ്ങനെങ്കിലും കൂടി നിർത്തി തന്നെ. എൻ്റെ പൊന്നുമക്കളെ, ഇവരുടെ ഒരു അവസ്ഥ എന്താ? ആകർഷണം, അടുപ്പം. ഈ മനുഷ്യനോട് ചോദിച്ചപ്പോൾ പറയുക, ഞാൻ വല്ലപ്പോഴും ഒരു പെക്കടിക്കുന്നതിന് എന്നാ ഇവക്ക് കുഴപ്പം? ഇവളുടെ എല്ലാ കാര്യങ്ങളും ഞാൻ ചെയ്തു കൊടുക്കുന്നുണ്ടല്ലോ, ഇവള് ചുമ്മാ ഉണ്ടാക്കി തിന്നോണ്ടിരിക്കുകയല്ലേ, ഞാൻ വല്ലപ്പോഴും ഉള്ളൂ സാറേ. സ്വയം ന്യായീകരണം. അവസാനം സഹികെട്ട് പിശാച് ഈ സ്ത്രീയോട് പറഞ്ഞപ്പോൾ സിസ്റ്റർ കാറിക്കൊണ്ട് രാത്രി 11 മണിക്ക് എന്നെ വിളിച്ചിട്ട് പറഞ്ഞു, എങ്ങനെങ്കിലും പിടിക്കണം, അവൻ്റെ കുടുംബം തകരാൻ പോവുക. അപ്പം അവൾ എന്നാ പറഞ്ഞു, ഞാനും കണ്ടിട്ടുണ്ടൊരു വഴി. യെസ്, ആകർഷണം, അടുപ്പം, സ്വയം ന്യായീകരണം. ഒത്തിരി ഒന്നും സഹിക്കേണ്ടതില്ലെന്നേ ജീവിതത്തിൽ. സഹനമൊക്കെ അബദ്ധമല്ലേ, ഒരു ജീവിതമല്ല ഉള്ളോ, ആനന്ദിക്കുക, സന്തോഷിക്കുക. സ്വയം ന്യായീകരണം. അടുത്തതെന്താണ്? സിൻ. അടുത്തതെന്താണ്? നിരാശ. വേണ്ടായിരുന്നു. പ്രിയമുള്ളവരെ, കെണിയൊരുക്കി കൗശലക്കാരനായ പിശാച് നമ്മളെയും നമ്മുടെ തലമുറകളെയും വേട്ടയാടുമ്പം വ്യക്തിയായിട്ടും വസ്തുവായിട്ടും ആശയമായിട്ടും, ഈ വസ്തുവിനകത്തുള്ളതാ എന്ത്? മദ്യം, മയക്കുമരുന്ന്, പിന്നെന്നാ? അത് മാത്രമാണോ? കഴിഞ്ഞ ദിവസം ഒരു ഫാമിലി കൗൺസിലർ എന്നോട് പറഞ്ഞപ്പോൾ ഞാൻ ഞെട്ടിപ്പോയി. 40% കുടുംബത്തിൽ വരുന്ന കേസുകളിൽ 40% കുടുംബകലഹം തുടങ്ങുന്നത് ഒരു വാക്കേലാന്ന്. എന്താ? എൻ്റെ ഫോൺ എടുക്കാൻ നിന്നോടാരാ പറഞ്ഞത്? കുടുംബകലഹത്തിൻ്റെ പേരിൽ കൗൺസിലിംഗ് വരുന്നതിൽ 40% കലഹം ആരംഭിക്കുന്നത് എൻ്റെ ഫോൺ എടുക്കാൻ നിന്നോടാരാ പറഞ്ഞത്. ഇതെനിക്കിങ്ങനെ ഒരു ഫോണുണ്ടോ? വള്ളിയില്ലാത്തതുകൊണ്ടല്ലേ ഞാനിത് കൊണ്ടു നടക്കുന്നത്. പണ്ട് വള്ളി ഉണ്ടായിരുന്നപ്പം എല്ലാവരും അങ്ങോട്ടും ഇങ്ങോട്ടും അറിഞ്ഞുകൊണ്ടിരുന്നതല്ലേ എല്ലാ വിശേഷവും. അതെ, ക്രിസോസ്റ്റോം തിരുമേനി ഒരിക്കൽ പറഞ്ഞതാ, പണ്ടൊക്കെ വീടുകൾ ചെറുതായിരുന്നു, കുടുംബങ്ങൾ വലുതായിരുന്നു. ഇന്ന് വീടുകൾ വലുതായിരിക്കുന്നു, കുടുംബങ്ങൾ ചെറുതായിരിക്കുന്നു. എണ്ണം കുറഞ്ഞു എന്നുള്ളത് മാത്രമല്ല നമ്മുടെ പ്രശ്നം, ക്വാളിറ്റി കുറഞ്ഞു. പണ്ട് അപ്പൻ്റെ ചാറുകസേരയും അല്ലേ, വല്യമ്മയുടെ വഴക്കും, ഒരു മുട്ടായി പലതായിട്ട് പങ്കുവെക്കുന്നതും. ഇന്നെന്താ വശ? ഒരു മുട്ടായി ആയിട്ട് അപ്പൻ വീട്ടിൽ വന്നാലത്തെ അവസ്ഥ എന്താ? ഇറാഖിൽ സദാം ഹുസൈനും ജോർജ് ബുഷും തമ്മിലുള്ള അടിയേക്കാൾ വലിയ അടിയല്ലേ നടന്നത് വീട്ടിൽ പലയിടത്തും. എനിക്ക് എന്ന് പറയാൻ എന്തൊക്കെയോ ഉണ്ടായി. കല്യാണം കഴിച്ചു വിട്ട മോള് ഉപേക്ഷിച്ച് ചെറുക്കം പോയി. എവിടുന്നാ എന്തൊന്നും പറയുന്നില്ല, വൈഫൈ പിള്ളേരാണ് ഈ 2 കുഞ്ഞുങ്ങളും. 17-ാം ദിവസം 50,000 രൂപയുടെ പൂവാ ബാംഗ്ലൂരിൽ നിന്ന് കൊണ്ടുവന്നത്. കഴിഞ്ഞ ദിവസം ഒരു പിതാവ് പ്രസംഗിക്കുന്നത് കേട്ടു. കൊണ്ടുവന്ന പൂ അൾത്താരയിലും വെച്ചു, മണ്ഡലത്തിലും വെച്ചിട്ട് തികയാഞ്ഞിട്ട് മാലാഹ വെള്ളം പിടിച്ചോണ്ട് നിന്ന പാത്രത്തിലും കൊണ്ടുവച്ചെന്ന്. എവിടെങ്കിലുമൊക്കെ വെച്ച് തീർക്കണ്ട്. അങ്ങനെ നടത്തിയ കല്യാണം. എൻ്റെ ദൈവമേ, അന്നേ ഇത് പാളുമോന്നൊരു പേടി. നിങ്ങളെപ്പോലെ നമ്മളെപ്പോലൊക്കെ പ്രാർത്ഥിക്കുന്ന, സാധാരണ ഇങ്ങനെ ഇച്ചിരി ബലം പിടിക്കുന്ന, പ്രാർത്ഥിക്കുന്നൊന്നും പറയാൻ പറ്റുമല്ലോ, ബലം പിടിക്കുന്ന ഒരു മനുഷ്യനുണ്ടായി. കാരണം 50,000-ന്റെ പൂവും ബ്യൂട്ടീഷ്യൻ 1 ലക്ഷം കൊടുത്ത് ബാംഗ്ലൂരിൽ നിന്ന് വരുന്നു. ഞങ്ങളെ ഇച്ചിരി മുമ്പേ ഒരുക്കിയായിരുന്നു. എന്തുവാട്ടെ, ഇങ്ങനെയൊക്കെയുള്ള പരിപാടി ഒക്കെ ഉണ്ടായിരുന്നു. പക്ഷേ ഒറ്റ ചോദ്യം, വല്ലപ്പോഴും പള്ളിയിൽ പോകുന്ന ഇങ്ങനെയൊക്കെയുള്ള വലിയ വിവരമില്ലാത്തൊരപ്പൻ ഈ കൊച്ചിനോട് ചോദിച്ചു, മോനെ നീ കുമ്പസാരിച്ചോ? അവൻ്റെ മറുപടി MBA-കാരൻ്റെ, ഫോർ വാട്ട്? എന്തിനാ? 2000-ന്റെ ഡിന്നറുണ്ട്, 3 കിലോ സ്വർണ്ണമുണ്ട്, കോടിയുണ്ട്, വിസയുണ്ട്, PR ഉണ്ട്, വർക്ക് പെർമിറ്റ് ഉണ്ട്. ബി ഹോളി ആൻഡ് ബി ഹാപ്പി. എപ്പോഴാ സന്തോഷം തിരിച്ചു കിട്ടുന്നത്? റീഗെയിൻ മൈ ഹോളിനെസ്. എൻ്റെ വിശുദ്ധി എനിക്ക് തിരിച്ചു കിട്ടുമ്പം എൻ്റെ സന്തോഷം തിരിച്ചു കിട്ടും. അല്ലെങ്കിൽ എന്നാ സംഭവിക്കും? 17-ാം ദിവസം പിരിയാൻ ഒരു കാരണം കണ്ടെത്തി. എന്നാന്നറിയാമോ? ഭാര്യയായ പ്രൊഫഷണൽ ക്വാളിഫിക്കേഷനുള്ള പെങ്കൊച്ച് ഭർത്താവിൻ്റെ മുഖത്ത് നോക്കി ഒരു ചോദ്യം ചോദിച്ചു, എൻ്റെ ടവലെടുക്കാൻ തന്നോടാരാ പറഞ്ഞത്? കുളിക്കാൻ അവളുടെ ടവലെടുത്തെന്ന്. അറിയാതെ എടുത്തു പോയതാ, എടുക്കാൻ പാടില്ല. എടുത്ത വായിൽ അടുത്ത ഡയലോഗ്, ഇവൻ അവൻ്റെ ടവല് കൊടുത്തു പറഞ്ഞ് എനിക്ക് വേണ്ട. അടുത്ത ഡയലോഗ് വന്നപ്പം ഇവൻ ബാഗ് എടുത്തോണ്ടിറങ്ങി. എന്താണ് പ്രശ്നം? എൻ്റെ ടോയ്ലറ്റിൽ ആരും കയറുന്നത് പോലും എനിക്കിഷ്ടമല്ലെന്ന്. ആരുടെയും കുഴപ്പമല്ല മക്കളെ. എൻ്റേതെന്ന് പറയാൻ
പലതും സ്വന്തമായി കുഞ്ഞുനാളിൽ മുതൽ കൊടുത്തു തുടങ്ങുമ്പം എന്നാ സംഭവിക്കും? തലമുറകൾക്ക് IQ കൂടും, ഇൻ്റലിജൻറ്റ് ക്വഷ്യൻ ഒരു ക്യൂ കുറഞ്ഞു പോകും. എന്താണ് ഇമോഷണൽ ഇൻ്റലിജൻറ്റ് ക്വഷ്യൻ്റ്? അതാര് തരുന്നതാ? പരിശുദ്ധാത്മാവ്. എന്താണ് അതിൻ്റെ ഫലങ്ങൾ? ക്ഷമ, ദയ, നന്മ, വിശ്വസ്തത, സൗമ്യത, ആത്മ സംയമനം, സ്നേഹം, ആനന്ദം, സമാധാനം. ഒരു വലിയ മനുഷ്യൻ, പ്രവാസിയായി 32 വർഷം ജീവിച്ചൊരു മനുഷ്യൻ, അച്ഛൻ്റെ കൂടെ ഒരു പ്രവാസയാത്രയിൽ, ഒരു വിദേശയാത്രയിൽ കണ്ണുനീരോടെ പറഞ്ഞൊരു കാര്യമുണ്ട്. എല്ലാം മക്കൾക്ക് കൊടുത്തു, ഒന്ന് കൊടുക്കാൻ മറന്നുപോയി. എന്ത് കൊടുക്കാൻ മറന്നുപോയി? പള്ളി പറഞ്ഞത് കൊടുക്കാൻ മറന്നുപോയി. എന്താ മറന്നുപോയത്? തമ്പുരാനെ കൊടുക്കാൻ മറന്നുപോയി. അതുകൊണ്ട് മക്കൾ 3 എനിക്ക് നഷ്ടപ്പെട്ടു. മക്കൾ 3 എനിക്ക് നഷ്ടപ്പെട്ടു. അതേസമയം കേരളത്തിലെ വളരെ ശ്രദ്ധേയമല്ലാത്ത ഒരു എഞ്ചിനീയറിംഗ് കോളേജിലെ ഒരു കുട്ടി എന്നെ ക്ലാസ് എടുക്കാൻ വേണ്ടി വിളിക്കുന്നു. ഞാൻ അവിടെ ചെല്ലുമ്പം അവിടെ തൊട്ടടുത്തുള്ള ഒരു മലങ്കര പള്ളിയുടെ ചാപ്പലിലാണ് പ്രോഗ്രാം നടക്കുക. കയറി ചെല്ലുമ്പം 170ഓളം പിള്ളേർ കൊന്തയില്ലിക്കൊണ്ടിരിക്കുന്നു. എൻ്റെ തലയെ കൈവച്ച് പ്രാർത്ഥിക്കാൻ ഞാനൊരു അച്ഛനെ തേടി. അച്ഛൻ പള്ളി തുറന്നു പോയിട്ട് അങ്കിളേന്ന് പറഞ്ഞു. പിന്നെ ആരാ? ചേട്ടായിമാരോട് വിളിച്ച അച്ഛനെ വിളിക്കുമെന്ന് പറഞ്ഞു. ഞാൻ എൻ്റെ ബൈബിളും ഒക്കെ എടുത്ത് സങ്കീർത്തി ചെന്നപ്പോൾ കാണുന്ന കാഴ്ച, ഒരു കുരിശുരൂപത്തിന് മുമ്പിൽ 4 ആൺകുഞ്ഞുങ്ങളും 3 പെൺകുഞ്ഞുങ്ങളും നിലത്ത് ചാക്ക് വിരിച്ചിട്ട് ചാക്കയെ മണലിട്ടിട്ട് മണലെ മുട്ട നിന്നുകൊണ്ട് കരങ്ങൾ ഉയർത്തിക്കൊണ്ട് പ്രാർത്ഥിക്കുന്നു. ഈശോയുടെ അതിദാരുണമായ പീഡ സഹനത്തെ പ്രതി പിതാവേ ഞങ്ങളുടെ മേലും ലോകം മുഴുവനുള്ള എല്ലാ യുവതീ യുവാക്കളുടെ മേലും കരുണ തോന്നണമേ. ഇൻ്റർനെറ്റിൽ കുടുങ്ങിപ്പോയ യുവത്വത്തോട് കരുണ തോന്നണമേ. ഫേസ്ബുക്കിൽ മുഖം നഷ്ടപ്പെട്ട യുവത്വത്തോട് കരുണ തോന്നണമേ. മിസ് കോളിൽ ജീവിതം മിസ്സിങ് ആയവരോട് കരുണ തോന്നണമേ. വാട്സ്ആപ്പിൽ ആപ്പായവരോട് കരുണ തോന്നണമേ. പേടിക്കണ്ട. പണ്ട് കോടാലിക്ക് വെക്കുന്ന സാധനമായിരുന്നു ആപ്പ് ഞങ്ങളുടെ കാഞ്ഞിരപ്പള്ളി ഭാഗത്തൊക്കെ. ഇപ്പം ആപ്പെന്ന് പറഞ്ഞാൽ ആപ്ലിക്കേഷൻ എന്നേ അർത്ഥമുള്ളൂ. കുഞ്ഞുങ്ങളിരുന്ന് ചിരിക്കുന്നുണ്ട്. അവർക്കറിയാം പുതിയ ആപ്പ്. ഒരുപാട് ആപ്പുകൾ വരുന്നു. വേണം, ഇതെല്ലാം വേണം. അങ്ങനെയുള്ളൊരു കാലത്ത് കുഞ്ഞുങ്ങൾ മണലെ നിന്നുകൊണ്ട് പ്രാർത്ഥിക്കുന്നു, കർത്താവേ കരുണയാകണമേ. എൻ്റെ കണ്ണ് നിറയുന്നത് ഇങ്ങനെയൊക്കെയുള്ള സമയത്താണ്. ഞാനൊരു സ്വാർത്ഥതയുടെ പ്രാർത്ഥന അപ്പം പ്രാർത്ഥിച്ചു. എൻ്റെ കർത്താവേ, എൻ്റെ കൊച്ചെങ്ങാനും എഞ്ചിനീയറിംഗ് കോളേജിൽ എത്തിയാൽ ഒരാഗ്രഹം അന്നവൻ പറയുന്നുണ്ട്. ഈ മണലെ കുത്തിപ്പിടിച്ച് നിൽക്കുന്ന പിള്ളേരുടെ കൃപ വേണ്ട, ഇത് ഇച്ചിരി കൂടിയ കേസാ. കൊന്തയില്ലെന്നുണ്ടല്ലോ അപ്പുറത്തിരുന്ന്, അതുപോലെങ്കിലും ഒന്നിരുന്ന് പ്രാർത്ഥിക്കാൻ കൃപ കൊടുക്കണേ എന്ന് ഞാൻ പ്രാർത്ഥിച്ചു. ഒരപ്പൻ്റെ സ്വാർത്ഥതയായിരുന്നു. പ്രാർത്ഥനയെല്ലാം കഴിഞ്ഞപ്പം മണൽ തൂത്തുകളയ്യ പിള്ളേരെ ചോര പൊടിയാൻ തുടങ്ങി. ഞാൻ അച്ഛൻ്റെ കാര്യം മറന്നുപോയി. രവീന്ദ്രനാഥ ടാഗോർ പറഞ്ഞ പോലെ പള്ളിമുറ്റത്ത് കോടിക്കളിക്കുന്ന കുഞ്ഞുങ്ങളെ കാണുമ്പം ദൈവം പൂജാരിയെ മറക്കുമെന്ന് പറഞ്ഞ പോലെ ഈ കുഞ്ഞുങ്ങളുടെ പ്രാർത്ഥന കേട്ടപ്പം ഞാൻ പുരോഹിതനെ മറന്നു. ഞാൻ ഈ മുട്ട നിന്നിട്ട് പറഞ്ഞു, എൻ്റെ മക്കൾ എനിക്ക് വേണ്ടി ഒന്ന് പ്രാർത്ഥിക്കാവോ? പെട്ടെന്ന് പ്രാർത്ഥിക്കാവോ എന്ന് ചോദിക്കുമ്പോൾ സാധാരണ നാണക്കേടല്ലേ പലർക്കും. ഒരു പെൺകുഞ്ഞിൻ്റെ പ്രാർത്ഥന ഒഴുകി വരികയാണ്. ആ പ്രാർത്ഥന ഇങ്ങനെയാണ്: ഈശോയെ, 1-ാം വർഷക്കാർ കൂടി വന്ന ദിവസം ഇന്ന് ഞങ്ങൾക്ക് വേണ്ടതെല്ലാം പറഞ്ഞു തരാൻ ഒരു ചേട്ടനെ വിട്ടിരിക്കുന്നു. ദൈവത്തിൻ്റെ പരിശുദ്ധാത്മാവ് ഈ ചേട്ടനിലൂടെ സംസാരിക്കട്ടെ. ഈശോ, ഞങ്ങൾ എന്തറിഞ്ഞാലും എന്തായി തീർന്നാലും അങ്ങ് ഞങ്ങൾക്ക് നഷ്ടപ്പെട്ടു പോകരുതേ. അർത്ഥമുണ്ടില്ലേ? പ്രാർത്ഥിച്ചതാരാ? ഒരു സിസ്റ്ററോ അച്ഛനോ അല്ല, എഞ്ചിനീയറിംഗ് കോളേജിൽ പഠിക്കുന്ന ഒരു പെൺകുട്ടി. ക്ലാസ് എല്ലാം കഴിഞ്ഞ് ഞാൻ വണ്ടി സ്റ്റാർട്ട് ചെയ്യുമ്പം ഒരു പയ്യൻ കൊണ്ടുവന്ന് ഒരു കവർ എൻ്റെ പോക്കറ്റിലോട്ട്. എന്തിനാ? ഡീസൽ അടിച്ചോളാൻ. ഞാൻ പറഞ്ഞു, പിള്ളേർക്ക് വേണ്ടി പോകുമ്പോൾ ഡീസൽ തന്നെ അടിക്കുക എന്നുള്ളത് എൻ്റെ ഒരു ശുശ്രൂഷയാണ്. സാറേ, ഞാൻ പറഞ്ഞു അത് എൻ്റെ ദശാംശം. പെട്ടെന്ന് അവൻ പറയാ, ഇത് എൻ്റെ ദശാംശമാണെന്ന്. നീ എന്ത് ജോലിക്കാടാ മോനെ പോകുന്നതെന്ന് ചോദിച്ചോ. പറയാ, പഠിക്കുന്നതിനിടയ്ക്ക് നീ ജോലിക്ക് പോകുന്നുണ്ടോ? അല്ല, എൻ്റെ പഠിത്തം കഴിഞ്ഞു. ബാംഗ്ലൂർ ഒരു IT കമ്പനിയിലെ ജോലിയാണ്. അവിടുന്ന് വന്നിരിക്കുകയാണ് ഇവൻ. അനിയനും അനിയത്തിക്കും കൃപ കിട്ടാൻ മണലെ കുത്തിപ്പിടിച്ച് നിൽക്കാൻ. ഞാൻ ഈ കുഞ്ഞിനോട് ചോദിച്ചു, മോനെ നിനക്ക് എവിടുന്ന് കിട്ടിയടാ ഈ കൃപ? അവൻ പറഞ്ഞു, കൃപ തമ്പുരാൻ തരുന്നതല്ലേ. ഞാൻ പറഞ്ഞു, തമ്പുരാൻ തരുന്നതാ, എന്നാലും എവിടുന്ന് കിട്ടി? അതെ, എൻ്റെ പപ്പ ആരാ? വചനപ്രഘോഷകനാ? അല്ല. പള്ളിയിലെ കൈക്കാരനാ? അല്ല. കാറ്റഗിസൻ ടീച്ചറാ? അല്ല. പിന്നെ എൻ്റെ പപ്പ ഒരു നല്ല ടാപ്പിങ്ങുകാരനാ. ഈ ടാപ്പിങ്ങുകാരനപ്പനിൽ നിന്ന് എങ്ങനെ നിനക്ക് കൃപ കിട്ടി? അപ്പ ഒരിക്കലും എന്നോട് എഞ്ചിനീയർ ആണോ എന്ന് പറഞ്ഞിട്ടില്ല എന്നും പറയും. രാവിലെ വാ മോനെ നമുക്ക് പള്ളിയിൽ പോകാം. ഞാനിങ്ങനായി. കരങ്ങൾ കൂപ്പാം, കണ്ണുകളടയ്ക്കാം. കർത്താവ് അരുളി ചെയ്യുന്നു, യെശയ്യാ 59:21. ഞാൻ അവരുമായി ചെയ്യുന്ന ഉടമ്പടി ഇതാണ്.
നിന്റെ മേലുള്ള എൻ്റെ ആത്മാവും നിന്റെ അധരങ്ങളിൽ ഞാൻ നിക്ഷേപിക്കുന്ന എൻ്റെ വചനവും നിന്റെയോ നിന്റെ സന്താനങ്ങളുടെയോ അവരുടെ സന്താനങ്ങളുടെയോ അധരങ്ങളിൽ നിന്ന് ഇനി ഒരിക്കലും അകന്നു പോകില്ല. കർത്താവാണ് ഇതരുളി ചെയ്യുന്നത്. 3 തലമുറകളെ രക്ഷപ്പെടുത്താൻ 2 ആയുധമെടുക്കാം. നിന്റെ മേലുള്ള എൻ്റെ ആത്മാവ്, നിന്റെ അധരങ്ങളിൽ ഞാൻ നിക്ഷേപിക്കുന്ന എൻ്റെ വചനം, നിന്റെയോ നിന്റെ സന്താനങ്ങളുടെയോ അവരുടെ സന്താനങ്ങളുടെയോ അധരങ്ങളിൽ നിന്ന് ഇനി ഒരിക്കലും അകന്നു പോകില്ല. കർത്താവാണ് ഇതരുളി ചെയ്യുന്നത്. അവിടുത്തെ വചനം, അവിടുത്തെ ആത്മാവ് നമ്മെ രക്ഷിക്കട്ടെ. 119 സങ്കീർത്തനത്തിൽ ദാവീദ് ചോദിക്കുന്നു, യുവാവ് തൻ്റെ മാർഗം എങ്ങനെ നിർമ്മലമായി കാത്തു സൂക്ഷിക്കും? അവിടുത്തെ വചനമനുസരിച്ച് വ്യാപരിച്ചുകൊണ്ട്.